ഹലോ എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് നോക്കാൻ പോകുന്ന ടോപ്പിക് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ആണ്. ഇത് പെഡഗോജിയിലെ ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഓപ്ഷനിലുകാർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ്, ഓൾസോ നോൺ ആസ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്. അപ്പോൾ നമ്മൾ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസിനെ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് എന്നും പറയാം. അപ്പോൾ നമുക്ക് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് എന്താണെന്ന് നോക്കാം. The aids used by the teacher in the classroom to make his or her teaching more understandable and effective is known as teaching learning materials. അപ്പോൾ ഒരു ടീച്ചർ തൻ്റെ ക്ലാസ് കൂടുതൽ എഫക്റ്റീവ് ആക്കാനും വേഗം കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടും ഈസിലി മനസ്സിലാവാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന എയ്ഡ്സിനെയാണ് നമ്മൾ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് അനിമേറ്റ്, ഇൻഅനിമേറ്റ് ഓബ്ജക്ട്സ്, ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ റിസോഴ്സസ്. സോ നമ്മൾ ടീച്ചിങ് എയ്ഡ് എന്ന് പറയുന്നത് ജീവനുള്ള വസ്തുവാവാം, ജീവനില്ലാത്ത വസ്തുവാവാം, ഹ്യൂമൺ ആവാം. ഹ്യൂമൺ എന്ന് പറയുമ്പോൾ ടീച്ചർ തന്നെയാണ്. നോൺ ഹ്യൂമൻ റിസോഴ്സസ് ആവാം, ഹ്യൂമൺ അല്ലാത്ത വേറെ എന്തെങ്കിലും ടെക്സ്റ്റോ ICT യൂസ് ചെയ്തിട്ടുള്ള റിസോഴ്സസോ എക്യുപ്മെൻറ്റ്സോ അങ്ങനെ എന്ത് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് എയ്ഡ്സ് ആണ്. അപ്പോൾ ആദ്യത്തേത്, ഇറ്റ് മേക്സ് എവറി സ്റ്റുഡൻറ്റ് ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ് ഇൻ ദ ക്ലാസ്. അപ്പോൾ എല്ലാ കുട്ടികളെയും, ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ് അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് ക്ലാസ് ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ടീച്ചിങ് എയ്ഡ്സ്. ഇറ്റ് ഹെൽപ്സ് ദ സ്റ്റുഡൻസ് ടു റിലേറ്റ് ടു വാട്ട് ഈസ് ബീയിങ് തോട്ട് ടു റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. അപ്പോൾ ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന കാര്യം കുറച്ചുകൂടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതായത് അവർക്ക് ഇമാജിൻ ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു എയ്റോപ്ലെയിനിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നതെങ്കിൽ എയ്റോപ്ലെയിനിൻ്റെ ഒരു മോഡലോ പിക്ചറോ വീഡിയോയോ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ വേഗത്തിൽ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ദ സ്റ്റുഡൻസ് ടു ഈസിലി ഗ്രാസ്പ് ദ ഐഡിയാസ്. അപ്പോൾ ടീച്ചിങ് എയ്ഡ് ഈസിലി കുട്ടികൾക്ക് ഐഡിയാസ് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് മേക്സ് സ്റ്റുഡൻസ് മോർ അറ്റൻറ്റീവ്. അതായത് കുട്ടികളെ കുറച്ചും കൂടെ അറ്റൻറ്റീവ് ആക്കും. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആക്കും കുട്ടീനെ. അതായത് അവരുടെ ക്യൂരിയോസിറ്റീനെ വന്ന് ഇൻക്രീസ് ചെയ്യും. സോ നെക്സ്റ്റ് പോയിൻറ്റ്, ഇറ്റ് റെഡ്യൂസസ് അബ്സ്ട്രാക്ഷൻസ്. ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള തെറ്റായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഫാൾസ് ആയിട്ടുള്ള ഇമാജിനേഷൻസ് ഒക്കെ ഒഴിവാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ടീച്ചിങ് എയ്ഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ആദ്യത്തേത്, ടീച്ചിങ് എയ്ഡ്സ് ഷുഡ് ബി മീനിങ് ഫുൾ. അതായത് ടീച്ചിങ് എയ്ഡ്സ് മീനിങ് ഫുൾ ആയിരിക്കണം. അതായത് പഠിപ്പിക്കുന്ന കണ്ടൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് സെർവ് ആൻ യൂസ്ഫുൾ പേർപ്പസ്. അതായത് യൂസ്ഫുൾ പേർപ്പസ് ഉണ്ടായിരിക്കണം. അതിനൊരു കൊണ്ടുവരുന്ന ടീച്ചിങ് അല്ലെങ്കിൽ കാണിക്കുന്ന ടീച്ചിങ് എയ്ഡ്സിന് ഒരു പേർപ്പസ് ഉണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് ചീപ്പ്. സോ ടീച്ചിങ് എയ്ഡ്സ് സിമ്പിൾ ആയിരിക്കണം, അഫോർഡബിൾ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ആക്യുറേറ്റ് ആൻഡ് റിയാലിസ്റ്റിക്. സോ അത് പെർഫെക്റ്റ് ആയിരിക്കണം, പിന്നെ റിയാലിസ്റ്റിക്കും ആയിരിക്കണം. ടീച്ചിങ് എയ്ഡ്സ് ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ മെൻ്റൽ ലെവൽ ഓഫ് ദ ലേണർ. ഇപ്പോൾ ടീച്ചിങ് എയ്ഡ്സ് വന്നിട്ട് സ്റ്റുഡൻസിൻ്റെ മെൻ്റൽ ലെവൽ അനുസരിച്ചായിരിക്കണം. ഇപ്പം LKG പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ LKG പഠിക്കുന്ന കുട്ടിയുടെ ഒരു മെൻ്റൽ ലെവൽ അനുസരിച്ചായിരിക്കണം ടീച്ചിങ് എയ്ഡ്സ്. ഇപ്പോൾ 12th +2 അല്ലെങ്കിൽ ഹയർ ലെവൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ഒരു റേഞ്ച് അനുസരിച്ചായിരിക്കും ടീച്ചിങ് എയ്ഡ്സ്. അതായത് കുട്ടികൾക്ക് അതിൽ നിന്ന് ഐഡിയ ഗ്രാസ്പ് ചെയ്യാൻ പറ്റണം. ഇറ്റ് ഷുഡ് ബി ഇൻഫോർമേറ്റീവ്. സോ അത് ഇൻഫോർമേറ്റീവ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് മീറ്റ് ഇൻഡിവിജ്വൽ ലേണേഴ്സ്. സോ നമ്മൾ കൊണ്ടുപോകുന്ന ടീച്ചിങ് എയ്ഡ്സ് വന്നിട്ട് ഓരോ സ്റ്റുഡൻസിനെയും മീറ്റ് ചെയ്യുന്നതായിരിക്കണം. അതായത് ഇപ്പോൾ ആവറേജ് ലെവലാണെങ്കിൽ ആ കുട്ടിക്കും മനസ്സിലാവണം, ബിലോ ആവറേജ് ആണെങ്കിൽ ആ കുട്ടിക്കും മനസ്സിലാവണം, എബോ ആവറേജ് ആണെങ്കിൽ ആ കുട്ടിക്കും ഐഡിയാസ് മനസ്സിലാവണം. അങ്ങനത്തെ രീതിയിൽ ഓരോ ഇൻഡിവിജ്വൽ ലേണേഴ്സിനെയും മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ടീച്ചിങ് എയ്ഡ്സ് ആയിരിക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. അപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത്, മെയിനായിട്ട് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസിനെ നമ്മൾ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്: ഓഡിയോ എയ്ഡ്സ്, വിഷ്വൽ എയ്ഡ്സ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഓഡിയോ എയ്ഡ്സ് ആണ്. ഓഡിയോ എയ്ഡ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് മോഡൽസ് ആർ ഡിവൈസസ് ദാറ്റ് ക്യാൻ ബി ഹിയർഡ്. അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ട് പഠിക്കാൻ സഹായിക്കുന്ന ടീച്ചിങ് എയ്ഡ്സിനെയാണ് നമ്മൾ ഓഡിയോ എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓഡിയോ എയ്ഡ്സ് വന്നിട്ട് കൂടുതലും യൂസ് ചെയ്യുന്നത് ലാംഗ്വേജ് ടീച്ചിങ്ങിനാണ്. അതായത് നമ്മൾ കേട്ടുകൊണ്ട് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ചെയ്യാനും സ്ട്രെസ്സസ് ഒക്കെ കറക്റ്റ് ചെയ്യാനും ഇതിനൊക്കെയാണ് ഓഡിയോ എയ്ഡ്സ് കൂടുതലും ഹെൽപ്ഫുൾ.
അപ്പോൾ നമുക്ക് ഓഡിയോ എയ്ഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് റേഡിയോ, സെക്കൻഡ് ടാപ്പ് റെക്കോർഡർ, ലിംഗ്വ ഫോൺ, ലാസ്റ്റ് വൺ ലാംഗ്വേജ് ലബോറട്ടറി ആണ്. സോ നമ്മുടെ സെക്കൻഡ് ടൈപ്പ് ഓഫ് ടീച്ചിങ് എയ്ഡ്സ് വിഷ്വൽ എയ്ഡ്സ് ആണ്. എയ്ഡ്സ് ദാറ്റ് ഹെൽപ്സ് ഇൻ ലേണിംഗ് യൂസിങ് അവർ വിഷ്വൽ ഓർഗൻസ് ആർ നോൺ ആസ് വിഷ്വൽ എയ്ഡ്സ്. അതായത് നമ്മൾ കണ്ടുകൊണ്ട് പഠിക്കാൻ സഹായിക്കുന്ന ടീച്ചിങ് എയ്ഡ്സിനെയാണ് നമ്മൾ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾസ് നോക്കാം വിഷ്വൽ എയ്ഡ്സിൻ്റെ. ആദ്യത്തേത് ബ്ലാക്ക് ബോർഡ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഗ്ലോബാണ്. ഗ്ലോബ് വിഷ്വൽ എയ്ഡ് മാത്രമല്ല, ഒരു 3D എയ്ഡും കൂടെയാണ്. അത് നമ്മൾ പിന്നെ നോക്കും. മോഡൽസും 3D എയ്ഡും കൂടെയാണ്. ചാർട്ട്സ്. ഈ ചാർട്ട്സിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർട്ട്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. പിക്ചർ ചാർട്ടുണ്ട്, ടൈം ലൈൻ ചാർട്ട്, ടേബിൾ ചാർട്ട്, ട്രീ ചാർട്ട്, പൈ ചാർട്ട്, ഔട്ട്ലൈൻ ചാർട്ട്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. സോ ആദ്യത്തേത് പിക്ചർ ചാർട്ടാണ്. എ പിക്ചർ ചാർട്ട് ഓർ പിക്ടോഗ്രാഫ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ഇൻഫർമേഷൻ യൂസിങ് ഇമേജസ് ഓർ സിമ്പിൾസ്. അപ്പോൾ നമ്മുടെ പിക്ചർ ചാർട്ടിനെ പിക്ടോഗ്രാഫ് എന്നും പറയാറുണ്ട്. അതായത് ഇൻഫർമേഷൻസിന് പിക്ചേഴ്സ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ സിമ്പിൾസ് യൂസ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നതിനാണ് പിക്ചർ ഗ്രാഫ് എന്ന് പറയുന്നത്. താഴത്തെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, അതൊരു ഫസ്റ്റ് എയ്ഡ് ചാർട്ടാണ്. അതിൽ വന്നിട്ട് പിക്ചേഴ്സ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഇതാണ് പിക്ചർ ചാർട്ട്. സോ അടുത്തത് ടൈം ലൈൻ ചാർട്ടാണ്. ടൈം ലൈൻ ചാർട്ട് ഹെൽപ്സ് ടു ഇലിസ്ട്രേറ്റ് ഇൻഫർമേഷൻ ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. ഫോർ എക്സാമ്പിൾ വീക്ക്, മന്ത്, ഇയർ, ക്വാർട്ടർ എക്സെട്ര. സോ നമ്മുടെ ടൈം ലൈൻ ചാർട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻഫർമേഷന് ക്രോണോളജിക്കൽ ഓർഡറിൽ റെപ്രസെൻറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ സോഷ്യൽ അല്ലെങ്കിൽ ഹിസ്റ്ററിയിലൊക്കെ ഈ ഡേറ്റ്സ്, മന്ത് ഇതൊക്കെ വന്നിട്ട് കൂടുതൽ എളുപ്പത്തിൽ കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈം ലൈൻ ചാർട്ട് യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ നമ്മുടെ അടുത്ത ടൈപ്പ് ഓഫ് ചാർട്ട് ടേബിൾ ചാർട്ടാണ്. എ ടേബിൾ ചാർട്ട് ഹെൽപ്സ് ടു അറേഞ്ച് ഡേറ്റ ഇൻ റോസ് ആൻഡ് കോളംസ്. ദീസ് ടൈപ്പ് ഓഫ് ചാർട്ട്സ് ആർ യൂസ്ഡ് ഇൻ റീസെർച്ച് ആൻഡ് ഡേറ്റ അനലൈസിസ്. സോ നമ്മുടെ ഇൻഫർമേഷൻസിനെ വന്നിട്ട് കോളം ആൻഡ് റോസ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ചാർട്ടാണ് ടേബിൾ ചാർട്ട്. ഈ കൈൻഡ് ഓഫ് ചാർട്ട്സ് ഒക്കെ കൂടുതലും റീസെർച്ച് അല്ലെങ്കിൽ ഡേറ്റ അനലൈസിസ് പർപ്പസിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ചാർട്ടാണ് ട്രീ ചാർട്ട്. എ ട്രീ ചാർട്ട് ബിഗിൻസ് വിത്ത് വൺ സെൻട്രൽ തീം ആൻഡ് ദെൻ ബ്രാഞ്ചസ് ഇൻ ടു മോർ ആൻഡ് കീപ്സ് ബ്രാഞ്ചിങ് അണ്ടിൽ ദ തീം ഈസ് ഫുള്ളി എക്സ്പ്ലൈൻഡ്. സോ നമ്മുടെ ട്രീ ചാർട്ട് എന്ന് പറയുന്നത് ആദ്യം ഒരു ടോപ്പിക്കിനെ കുറിച്ചാണെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ച് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഡിവിഷൻസ്, ക്ലാസിഫിക്കേഷൻസ്, അതിൻ്റെ വേറെ ഉള്ള ടോപ്പിക്കായിട്ടുള്ള റിലേഷൻഷിപ്സ് അങ്ങനെ എലോബറേറ്റ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുള്ളി ആ ഒരു ടോപ്പിക്കിനെ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യും, ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് വന്നിട്ട്. സോ അതാണ് ഒരു ട്രീ ചാർട്ട്. സോ നമ്മുടെ അടുത്ത ടൈപ്പ് ഓഫ് ചാർട്ട് പൈ ചാർട്ടാണ്. എ പൈ ചാർട്ട് ഈസ് എ സർക്കുലർ റെപ്രസെൻറ്റേഷൻ ഓഫ് data which is divided into slices to show numerical proportions. സോ പൈ ചാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഡേറ്റാസൊക്കെ വന്നിട്ട് സർക്കുലർ ഗ്രാഫ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ചാർട്ടാണ്. അതായത് അതിലെ ന്യൂമറിക്കൽ പ്രൊപ്പോർഷൻസ് ഒക്കെ ഓരോ സ്ലൈസസ് യൂസ് ചെയ്തിട്ടാണ്, അതായത് ഓരോ ഡിവിഷൻസ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ടൈപ്പ് ഓഫ് ചാർട്ട് ഔട്ട്ലൈൻ ചാർട്ടാണ്. എ ചാർട്ട് ദാറ്റ് ഷോസ് ഓൺലി ദ സെൻട്രൽ ഓർ മെയിൻ ഐഡിയാസ് ഓഫ് എ കണ്ടൻറ്റ്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കണ്ടൻറ്റിൻ്റെ മെയിൻ ഐഡിയാസ് മാത്രം എഴുതിയിട്ട് അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ചാർട്ടിനെയാണ് ഔട്ട്ലൈൻ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ടൈപ്സ് ഓഫ് ചാർട്ട് കഴിഞ്ഞു. ചാർട്ട് വരുന്നത് വിഷ്വൽ എയ്ഡിലാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള വിഷ്വൽ എയ്ഡ്സ് നോക്കാം. അടുത്ത് വരുന്നത് മാപ്പാണ്. നെക്സ്റ്റ് ഫ്ലാനൽ ബോർഡ്. ഫ്ലാനൽ ബോർഡ് എന്ന് പറയുന്നത് എ ബോർഡ് കവേർഡ് വിത്ത് ഫ്ലാനൽ ഫാബ്രിക് ടു വിച്ച് പിക്ചേഴ്സ് ഡയഗ്രാംസ് ആർ സ്റ്റിക്ഡ്. സോ നമ്മൾ ഫ്ലാനൽ ബോർഡ് എന്ന് പറയുന്നത് ഈ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അവർ കൊണ്ടുപോകുന്ന ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ വന്നിട്ട് ഫ്ലാനൽ ബോർഡിൽ സ്റ്റിക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സിൽ കാണിക്കുന്നത്. അതായത് ആ ബോർഡ് എന്ന് പറയുന്നത് ഒരു ഫ്ലാനൽ ഫാബ്രിക് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ് ഫാബ്രിക് കൊണ്ട് കവർ ചെയ്തിട്ടുള്ളൊരു ബോർഡാണ്. അതായത് നമ്മൾ പിക്ചേഴ്സ് ആയാലും ഡയഗ്രാംസ് ആയാലും അതിൽ സ്റ്റിക്ക് ചെയ്തിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ബോർഡാണ് ഫ്ലാനൽ ബോർഡ്. അത് ഒരു വിഷ്വൽ എയ്ഡാണ്. സോ നമ്മൾ അടുത്ത വിഷ്വൽ എയ്ഡ് ഫ്ലാഷ് കാർഡ്സ് ആണ്. നെക്സ്റ്റ് ഗ്രാഫ്സ്. സോ അടുത്ത് വരുന്ന വിഷ്വൽ എയ്ഡ് സ്ലൈഡ് പ്രൊജക്റ്റേഴ്സ് ആണ്. സോ നമ്മുടെ ഈ പ്രൊജക്റ്റേഴ്സ് വന്നിട്ട് വിഷ്വൽ എയ്ഡ്സിൽ മാത്രമല്ല പ്രൊജക്റ്റഡ് എയ്ഡ്സിലും വരും, ICT എയ്ഡ്സിലും വരും. സോ ഇപ്പോൾ നമുക്ക് വിഷ്വൽ എയ്ഡ്സിൽ നോക്കാം. ഇറ്റ് യൂസസ് സ്ലൈഡ്സ് കണ്ടെയ്നിങ് പിക്ചേഴ്സ് ആൻഡ് ടെക്സ്റ്റ് വിച്ച് മസ്റ്റ് ബി ഇൻസേർട്ടഡ്.
സോ സ്ലൈഡ് പ്രൊജക്ടർ എന്ന് പറയുന്നത് നമ്മൾ പിക്ചേഴ്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് വന്നിട്ട് സ്ലൈഡ്സിലാക്കിയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന പ്രൊജക്ടേഴ്സിനെയാണ് നമ്മൾ സ്ലൈഡ് പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മളെ അടുത്ത ടീച്ചിങ് എയ്ഡ് എന്ന് പറയുന്നത് ഓവർ ഹെഡ് പ്രൊജക്ടറാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇത് വിഷ്വൽ എയ്ഡ്സിൽ മാത്രമല്ല പ്രൊജക്റ്റഡ് എയ്ഡ്സിലും വരും, ICT എയ്ഡ്സിലും വരും. സോ ഓവർ ഹെഡ് പ്രൊജക്ടറിൻ്റെ അക്രോണിയം OHP ആണ്. OHP is used with transparency sheets which are like a piece of paper and can be written or printed on it. സോ നിങ്ങൾക്ക് ഇവിടെ ഓവർഹെഡ് പ്രൊജക്ടറിൻ്റെ ഒരു ഫിഗർ കാണാം. അതായത് അതിൽ യൂസ് ചെയ്യുന്നത് ട്രാൻസ്പെറൻസി ഷീറ്റ്സ് ആണ്. ആ ഷീറ്റ്സിൻ്റെ പുറത്ത് ഒന്നെങ്കിൽ എഴുതിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിൻ്റ് ചെയ്തിട്ട് ആ പ്രൊജക്ടറിൻ്റെ പുറത്ത് വെച്ചിട്ട് ലൈറ്റ് പാസ് ചെയ്തിട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ സാൻഡ് ആർട്ടൊക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നത് ഓവർഹെഡ് പ്രൊജക്ടർ യൂസ് ചെയ്തിട്ടാണ്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓവർഹെഡ് പ്രൊജക്ടറിൽ യൂസ് ചെയ്യുന്നത് എന്ത് ഷീറ്റ്സ് ആണെന്നുള്ളത് ട്രാൻസ്പെറൻസി ഷീറ്റ്സ് ആണ്. അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി ഷീറ്റ്സ് ഏത് ടൈപ്പ് ഓഫ് പ്രൊജക്ടറിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മറക്കരുത്, ഓവർഹെഡ് പ്രൊജക്ടറിലാണ്. സോ നമ്മുടെ അടുത്തത് ഒപ്പാക് പ്രൊജക്ടറാണ്. ഒപ്പാക് പ്രൊജക്ടറിനെ എപ്പിഡിയസ്കോപ്പ് എന്നും പറയാറുണ്ട്. ഇതും വിഷ്വൽ എയ്ഡിലും വരും, നമ്മുടെ ICT എയ്ഡ്സിലും വരും, പ്രൊജക്റ്റഡ് എയ്ഡ്സിലും വരും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ഒപ്പാക് ഒബ്ജക്ട്സ് ലൈക്ക് ഫോട്ടോഗ്രാഫ്സ്. സോ ഈ പ്രൊജക്ടർ എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒപ്പാക് ഓബ്ജക്ട്സ്, അതായത് ലൈറ്റ് പാസ്സാവാത്ത ഓബ്ജക്ട്സിനെ ഡിസ്പ്ലേ ചെയ്യാൻ, ലൈക്ക് ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഒപ്പാക് പ്രൊജക്ടറാണ്. പക്ഷേ ഓവർഹെഡ് പ്രൊജക്ടർ അങ്ങനെയല്ല. ഓവർഹെഡ് പ്രൊജക്ടറിൽ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഷീറ്റ്സാണ് യൂസ് ചെയ്യുന്നത്. അതായത് ലൈറ്റ് പാസ്സാവുന്ന ഷീറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. പക്ഷേ ഒപ്പാക് പ്രൊജക്ടറിൽ അങ്ങനെയാണ്. ലൈറ്റ് പാസ്സാവാത്ത ഒപ്പാക് ഓബ്ജക്ട്സ് ഡിസ്പ്ലേ ചെയ്യാനാണ് ഒപ്പാക് പ്രൊജക്ടർ അല്ലെങ്കിൽ എപ്പിഡിയസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ അടുത്ത വിഷ്വൽ എയ്ഡ് എന്ന് പറയുന്നത് ഫിലിം സ്ട്രിപ്പാണ്. നെക്സ്റ്റ് ന്യൂസ് പേപ്പർ, മാഗസിൻ. സോ ഇതൊക്കെയാണ് നമ്മൾ വിഷ്വൽ എയ്ഡ്സ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആണ്. The aids that engage both the sense of hearing and sense of vision are called audio visual aids. So teaching aids അതായത് നമ്മളെ കാണാൻ മാത്രമല്ല കേൾക്കാനും സഹായിക്കുന്ന, അറ്റ് ദ സെയിം ടൈം നമുക്ക് കാണുകയും ചെയ്യാം കേൾക്കുകയും ചെയ്യാം, അങ്ങനത്തെ ടീച്ചിങ് എയ്ഡ്സിനെയാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഏതൊക്കെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉണ്ടെന്ന് നോക്കാം. ടെലിവിഷൻ, അതായത് നമ്മളെ TV, കമ്പ്യൂട്ടർ, ഫിലിം പ്രൊജക്ടർ, വീഡിയോ കാസറ്റ് പ്ലെയർ. അപ്പോൾ ഇതൊക്കെയാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. അപ്പോൾ നമ്മുടെ ടീച്ചിങ് എയ്ഡ്സിൻ്റെ ഫർദർ ക്ലാസിഫിക്കേഷൻ, അടുത്ത ക്ലാസിഫിക്കേഷനാണ് നോക്കാൻ പോകുന്നത്. പ്രൊജക്റ്റഡ് എയ്ഡ്, നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. സോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പ്രൊജക്റ്റഡ് എയ്ഡ്സ് ആണ്. എയ്ഡ്സ് ദാറ്റ് ആർ ഷോൺ വിത്ത് എ പ്രൊജക്ടർ ആർ നോൺ ആസ് പ്രൊജക്റ്റഡ് എയ്ഡ്സ്. അതായത് പ്രൊജക്ടർ യൂസ് ചെയ്തിട്ട് പ്രൊജക്റ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്ന എയ്ഡ്സിനൊക്കെയാണ് നമ്മൾ പ്രൊജക്റ്റഡ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന എയ്ഡ്സിനെയാണ് നമ്മൾ പ്രൊജക്റ്റഡ് ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ പ്രൊജക്റ്റഡ് എയ്ഡ്സ് ഉണ്ടെന്ന് നോക്കാം. പ്രൊജക്ടേഴ്സ്, അതായത് എല്ലാ ടൈപ്പ് ഓഫ് പ്രൊജക്ടേഴ്സും പ്രൊജക്റ്റഡ് എയ്ഡ്സ് ആണ്. സ്ലൈഡ്സ്, ഫിലിം സ്ട്രിപ്സ്, എപ്പിഡിയസ്കോപ്പ്, വീഡിയോ മെറ്റീരിയൽസ്, ടെലിവിഷൻസ്, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ, സ്മാർട്ട് ബോർഡ്. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് പ്രൊജക്റ്റഡ് എയ്ഡ്സ് ആണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ് ആണ്. ദ എയ്ഡ്സ് വിച്ച് ആർ യൂസ്ഡ് വിത്തൗട്ട് എനി പ്രൊജക്ഷൻ ആർ നോൺ ആസ് നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ്. അതായത് പ്രൊജക്ഷൻ ഒന്നും ഇല്ലാതെ വെറുതെ അല്ലാതെ നമ്മൾ കൈകൊണ്ട് കാണിക്കുന്ന ടീച്ചിങ് എയ്ഡ്സിനെയാണ് നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ചാർട്ട്സ്, കോമിക്സ്, ഡയഗ്രാംസ്, ഫ്ലാഷ് കാർഡ്സ്, മാപ്സ്, മോഡൽസ്, ഗ്രാഫ്സ്, പിക്ചേഴ്സ്, ബ്ലാക്ക് ബോർഡ്, ഫ്ലാനൽ ബോർഡ്, പോസ്റ്റേഴ്സ്, ന്യൂസ് പേപ്പേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ്. സോ നമ്മുടെ ടീച്ചിങ് എയ്ഡിൻ്റെ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഗ്രാഫിക് എയ്ഡ്സ്. അപ്പോൾ ഏതൊക്കെ ഗ്രാഫിക് എയ്ഡ്സ് ഉണ്ടെന്ന് നോക്കാം. ചാർട്ട്സ്, ഡയഗ്രാംസ്, ഗ്രാഫ്സ്, മാപ്സ്, ഫ്ലാഷ് കാർഡ്സ്, പോസ്റ്റേഴ്സ്, പിക്ചേഴ്സ്, ഫോട്ടോഗ്രാഫ്സ്, കാർട്ടൂൺ, കോമിക്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രാഫിക് എയ്ഡ്സ്. സോ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് 3D എയ്ഡ്സ് ആണ്. 3D എയ്ഡ്സിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് 3 ഡയമെൻഷണൽ എയ്ഡ്സ് എന്നാണ്. എയ്ഡ്സ് ദാറ്റ് ആർ നിയറസ്റ്റ് ടു ലിവിങ് എക്സ്പീരിയൻസ് ആർ കാൾഡ് 3D എയ്ഡ്സ്. അതായത് നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വസ്തുക്കളെ വന്നിട്ട് വളരെ അടുത്ത് സാമ്യമുള്ള എയ്ഡ്സിനെയാണ് നമ്മൾ 3D എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് 3D എയ്ഡ്സ് എന്ന് നമുക്ക് നോക്കാം. എക്സാമ്പിൾസ് ഓഫ് 3D എയ്ഡ്സ്: മോഡൽസ്, ഗ്ലോബ്, ഓബ്ജക്ട്സ്, ഡയോറമ, സ്പെസിമെൻസ്,
മോക്കപ്സ്. സോ നമ്മളിവിടെ കാണുന്ന 3D എയ്ഡ്സ് ഒക്കെ 3D എയ്ഡ്സ് മാത്രമല്ല, അതൊക്കെ വിഷ്വൽ എയ്ഡ്സും കൂടിയാണ്. സോ നമ്മളിവിടെ കാണുന്നതാണ് മോഡൽസ്. ആദ്യം കാണുന്നത് സ്റ്റിൽ മോഡലും രണ്ടാമത് കാണുന്ന ഫിഗർ വർക്കിംഗ് മോഡലുമാണ്. സോ നെക്സ്റ്റ് ഡയോറമ. സോ നമ്മൾ സൈഡിൽ കാണുന്ന ഫിഗറാണ് ഡയോറമ. അതായത് എന്തെങ്കിലും ഒരു ഫോറസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു മൗണ്ടെയിനെയോ ഇങ്ങനെ മോഡലായിട്ട് ഉണ്ടാക്കി വെക്കുന്നതിനെയാണ് നമ്മൾ ഡയോറമ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 3D എയ്ഡാണ് സ്പെസിമെൻസ്. ഇത് നമുക്കറിയാമല്ലോ, നമ്മുടെ സോളജി ലാബിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് സ്പെസിമെൻസ്. സോ ഇതാണ് നമ്മൾ അടുത്ത 3D എയ്ഡ്. സോ നമ്മൾ നെക്സ്റ്റ് 3D എയ്ഡ് എന്ന് പറയുന്നത് മോക്കപ്സ് ആണ്. മോക്കപ്സ് എന്ന് പറയുന്നത് നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓബ്ജക്ട്സ് അല്ലെങ്കിൽ തിങ്സുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു എയ്ഡാണ് മോക്കപ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു എയ്റോപ്ലെയിനിൻ്റെ മോക്കപ്പാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ശരിക്കുമുള്ള എയ്റോപ്ലെയിനിൻ്റെ ശരിക്കും അതേ വിഡ്ത്ത്, ഹൈറ്റ്, ലെങ്ത് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ് ആ ഒരു എയ്ഡിനെയാണ് മോക്കപ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഷിപ്പാണെങ്കിൽ ഷിപ്പിൻ്റെ കറക്റ്റ് അതിൻ്റെ ഒരു ലെങ്ത്, അതിൻ്റെ എല്ലാ എക്യുപ്മെൻറ്റ്സും അതിൽ ഉണ്ടാവും. പക്ഷേ ആ ഒരു റിയൽ പർപ്പസിനല്ല അത് യൂസ് ചെയ്യുന്നത്, പകരം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അങ്ങനത്തെ എയ്ഡ്സിനെയാണ് നമ്മൾ മോക്കപ്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസിൽ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കാണ്. അതായത് നമ്മുടെ ടീച്ചിങ്ങിന് അല്ലെങ്കിൽ ലേണിങ്ങിന് യൂസ് ആവുന്ന കുറച്ച് ടെക്സ്റ്റ് ബുക്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതെന്തൊക്കെയാണ്, എന്തിനൊക്കെ ഉള്ളതാണ് എന്നൊക്കെയാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ദ ടെക്സ്റ്റ് ബുക്ക് is a book used as a standard source of information and instrument for teaching learning. സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചിങ് ലേണിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സോഴ്സാണ്. നമ്മൾ ഇൻഫർമേഷൻസ് കൊടുക്കാനും നമ്മളൊരു കണ്ടൻറ്റ് പഠിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് സോഴ്സാണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. സോ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് വർക്ക് ബുക്കാണ്. A workbook is a student's book containing instruction and exercises related to a particular subject. സോ നമ്മുടെ വർക്ക് ബുക്ക് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. ഇപ്പം നമ്മൾ ഒരു കുട്ടിയുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ ഒരു ലെസൻ്റെ പുറകിൽ കുറച്ച് വർക്ക് ഏരിയാസ് ഉണ്ടായിരിക്കും, അല്ലെ ഒരു വർക്കിംഗ് സ്പേസ് ഉണ്ടായിരിക്കും അവർക്ക്. അതിനെയാണ് നമ്മളൊരു വർക്ക് ബുക്ക് എന്ന് പറയുന്നത്. അതായത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കുറച്ച് എക്സസൈസസ് പർട്ടിക്കുലർ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അവിടെ കുട്ടി സ്വന്തമായിട്ട് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് അതിന് ഒരു സ്റ്റുഡൻസ് ബുക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആക്ടിവിറ്റി ബേസ്ഡ് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ. അതായത് അവിടെ കൂടുതലും ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എക്സസൈസസ് ആയിരിക്കും കുട്ടി സ്വയം പഠിച്ചെടുക്കാൻ, അല്ലെങ്കിൽ കുട്ടിക്ക് എത്രത്തോളം ആ ഒരു കണ്ടൻറ്റ് മനസ്സിലായെന്ന് നോക്കാനുള്ള സെർട്ടൈൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സെർട്ടൈൻ എക്സാമ്പിൾസ് ആയിരിക്കും അവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കുട്ടി സ്വയം അത് ചെയ്ത് എത്രത്തോളം ആ കണ്ടൻറ്റ് മനസ്സിലായെന്ന് നോക്കുക. സോ അതുകൊണ്ടാണ് അതിനെ ഇറ്റ് ഈസ് ആക്ടിവിറ്റി ബേസ്ഡ് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റിസോഴ്സ് ബുക്കാണ്. റിസോഴ്സ് ബുക്സ് ആർ റെഫറൻസ് ബുക്സ് കണ്ടെയ്നിങ് യൂസ്ഫുൾ ഇൻഫർമേഷൻ അബൌട്ട് എ പർട്ടിക്കുലർ സബ്ജക്റ്റ്. സോ റിസോഴ്സ് ബുക്സ് എന്ന് പറയുന്നത് നമ്മൾ റെഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബുക്സാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കണ്ടൻറ്റ് പഠിപ്പിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ റെഫർ ചെയ്യുന്ന ബുക്സിനെയാണ് നമ്മൾ റിസോഴ്സ് ബുക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഡിക്ഷണറി, തെസോറസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ജസ്റ്റ് ലൈക്ക് ഡിക്ഷണറി തന്നെയാണ്. അവിടെ വന്നിട്ട് നമുക്ക് കൂടുതൽ വേർഡ്സിൻ്റെ സിനോണിയംസും ആൻറ്റണിയംസും ഒക്കെ ലഭിക്കും. പിന്നെന്താ ഉള്ളത്, എൻസൈക്ലോപീഡിയാസ്, ബിബ്ലിയോഗ്രാഫീസ്. സോ ഇതൊക്കെയാണ് റിസോഴ്സ് ബുക്സ്. സോ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് സോഴ്സ് ബുക്കാണ്. എ സോഴ്സ് ബുക്ക് ഈസ് എ കളക്ഷൻ ഓഫ് റൈറ്റിംഗ്സ് ആണ് എ സബ്ജക്ട് ദാറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ബി എ ബേസിക് ഇൻട്രൊഡക്ഷൻ ടു ദ ടോപ്പിക്. അതായത് നമ്മൾ ഈ സോഴ്സ് ബുക്ക് എന്ന് പറയുന്നത് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു ബുക്കാണ്. അതായത് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന ഒരു ബുക്കാണ് സോഴ്സ് ബുക്ക്. അവരെന്തൊക്കെ പഠിപ്പിക്കണം, എങ്ങനെയൊക്കെ പഠിപ്പിക്കണം, എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് മീറ്റ് ചെയ്യേണ്ടത് ആ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ, അങ്ങനെ എല്ലാ ബേസിക് ഇൻഫർമേഷൻസും ഉള്ളൊരു ബുക്കിനെയാണ് നമ്മൾ സോഴ്സ് ബുക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് ഓർ ടീച്ചർ ടെക്സ്റ്റ്. സോ നമ്മൾ ഈ സോഴ്സ് ബുക്കിനെ ടീച്ചർ ഹാൻഡ് ബുക്ക് അല്ലെങ്കിൽ ടീച്ചർ ടെക്സ്റ്റ് എന്നും പറയാം. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ ഓർ കണ്ടൻറ്റ്. അതായത് പഠിപ്പിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കിൻ്റെ അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എയിംസ് എല്ലാം തന്നിരിക്കുന്നത് സോഴ്സ് ബുക്കിലാണ്. സോ നമ്മൾ അടുത്തത് കോഴ്സ് ബുക്കാണ്. എ കോഴ്സ് ബുക്ക് ഈസ് എ ടെക്സ്റ്റ് ബുക്ക് ദാറ്റ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് യൂസ് ആസ് ദ ബേസിസ് ഓഫ് എ കോഴ്സ്.
സോ നമ്മുടെ കോഴ്സ് ബുക്ക് എന്ന് പറയുന്നത് ടീച്ചർ ആസ് വെൽ ആസ് ദ സ്റ്റുഡൻസ് ബോത്ത് രണ്ടുപേരും യൂസ് ചെയ്യുന്ന ബുക്ക്. അതായത് നമ്മളെ നോർമൽ ടെക്സ്റ്റ് ബുക്സ് ഉണ്ടല്ലോ, നമ്മളൊരു കോഴ്സ് പഠിക്കുകയാണെങ്കിൽ അതിലുള്ള ടെക്സ്റ്റ് ബുക്സ് എല്ലാം തന്നെ കോഴ്സ് ബുക്സ് ആണ്. സോ ഇതാണ് കോഴ്സ് ബുക്ക്. കോഴ്സ് ബുക്ക് ഈസ് എ ടെക്സ്റ്റ് ബുക്ക് ദാറ്റ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് യൂസ് ആസ് എ ബേസിസ് ഓഫ് എ കോഴ്സ്. ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്സിനെയാണ് നമ്മൾ കോഴ്സ് ബുക്ക് എന്ന് പറയുന്നത്. സോഴ്സ് ബുക്ക് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് മാത്രം യൂസ് ചെയ്യുന്നതാണ്. അതായത് ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് സോഴ്സ് ബുക്കിലാണ്. അത് ടീച്ചർ മാത്രം യൂസ് ചെയ്യുന്ന ബുക്കാണ്. സോ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ICT ആണ്. ICT എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ സ്റ്റഡി ആ യൂസ് ഓഫ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് എസ്പെഷ്യലി കമ്പ്യൂട്ടേഴ്സ് ഫോർ സ്റ്റോറിംഗ്, അനലൈസിങ് ആൻഡ് സെൻഡിങ് ഔട്ട് ഇൻഫർമേഷൻ. സോ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മളൊരു മോഡേൺ ഇറയിൽ നമ്മുടെ ഡേറ്റാസൊക്കെ സ്റ്റോർ ചെയ്യാനും അത് അനലൈസ് ചെയ്യാനും അതൊക്കെ പാസ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽ ഫോൺസ് എക്സെട്ര. സോ നമുക്കിനി അടുത്ത് ഈ എഡ്യൂക്കേഷനിൽ യൂസ് ചെയ്യുന്ന ICT എയ്ഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊജക്ടേഴ്സ്, ഡെസ്ക്ടോപ്സ് ആൻഡ് ലാപ്ടോപ്സ്, ഇൻ്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്, ഡിജിറ്റൽ ലൈബ്രറീസ്, ഇ-ബുക്സ്, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ, മൊബൈൽ ഫോൺസ് ആൻഡ് ലാംഗ്വേജ് ലാബ്. സോ ഇതൊക്കെയാണ് ICT എയ്ഡ്സ്. സോ ഡിജിറ്റൽ ലൈബ്രറി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ICT എയ്ഡ്സിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു എയ്ഡാണ് ഡിജിറ്റൽ ലൈബ്രറി. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എ ഡിജിറ്റൽ ലൈബ്രറി ഈസ് എ കളക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ഇൻ ഓർഗനൈസ്ഡ് ഇലക്ട്രോണിക് ഫോം ദാറ്റ് ഇൻക്ലൂഡ്സ് ടെക്സ്റ്റ്, വിഷ്വൽ മെറ്റീരിയൽ, ഓഡിയോ മെറ്റീരിയൽ, വീഡിയോ മെറ്റീരിയൽ അവൈലബിൾ ഓൺ ദ ഇൻ്റർനെറ്റ്. അതായത് നമ്മുടെ ഇൻ്റർനെറ്റിൽ ലഭിക്കുന്ന ടെക്സ്റ്റ്, വിഷ്വൽ മെറ്റീരിയൽസ്, ഓഡിയോ മെറ്റീരിയൽസ്, വീഡിയോ മെറ്റീരിയൽസിനൊക്കെയാണ് നമ്മൾ ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു ഇൻഫർമേഷൻ ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ ഇമീഡിയറ്റ്ലി പോയിട്ട് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുമല്ലേ. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ പറഞ്ഞ മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയുന്നത്. ഡിജിറ്റൽ ലൈബ്രറീസ് ആർ ഓൾസോ റെഫേർഡ് ടു ആസ് ഇലക്ട്രോണിക് ലൈബ്രറീസ്, വിർച്വൽ ലൈബ്രറീസ്, ലൈബ്രറീസ് വിത്തൗട്ട് വാൾസ് ഓർ ഹൈബ്രിഡ് ലൈബ്രറീസ്. സോ നമുക്ക് ഡിജിറ്റൽ ലൈബ്രറീസിനെ ഇങ്ങനെയും പറയാം. ഇലക്ട്രോണിക് ലൈബ്രറി എന്ന് പറയാം, ലൈബ്രറി എന്ന് പറയാം, വിർച്വൽ ലൈബ്രറി എന്ന് പറയാം, ലൈബ്രറി വിത്തൗട്ട് വാൾസ് എന്ന് പറയാം, ഹൈബ്രിഡ് ലൈബ്രറീസ് എന്നും പറയാം. ഇനി നമ്മുടെ ICT എയ്ഡ്സിൻ്റെ അകത്ത് അടുത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് എയ്ഡാണ് ഇൻ്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്. An interactive whiteboard, also known as interactive board or smart board, is a large touch-sensitive board connected to a computer and a digital projector used for teaching in the classroom. സോ നമ്മുടെ ഇൻറ്ററാക്റ്റീവ് വൈറ്റ് ബോർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. അതായത് അതിനെ നമ്മൾ ഇൻറ്ററാക്റ്റീവ് ബോർഡെന്നും പറയാം, സ്മാർട്ട് ബോർഡെന്നും പറയാം. അതായത് അതൊരു ലാർജ് ടച്ച് സെൻസിറ്റീവ് ബോർഡാണ്. അതായത് നമുക്ക് അതിൽ ബോർഡിൽ സ്ക്രീനിൽ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഇതൊരു കമ്പ്യൂട്ടറിൽ കണക്റ്റഡ് ആയിരിക്കും വിത്ത് എ ഡിജിറ്റൽ പ്രൊജക്ടർ യൂസ്ഡ് ഫോർ ടീച്ചിങ് ഇൻ ദ ക്ലാസ് റൂം.